Okay. Next, paragraph writing ആണ്. Paragraph writing ഇതിലും കോമഡിയാണ്. Paragraph writing എന്ന് പറഞ്ഞാൽ narrative തന്നെയാണ്, അല്ലെ? Narrative പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി ഷോർട്ട് ആണ്. Paragraph എഴുതുക. For example, some of the events in the story Rosa Parks sat still are jumbled up. Sequence them and write a paragraph using appropriate links. ഇതിനെ നിങ്ങൾ കറക്റ്റ് ഓർഡറിലാക്കുക, പരിപാടി തീർക്കുക. ഇതിന് കുറച്ചും കൂടി വലുതാക്കുക. നമ്മൾ പ്രൊഫൈൽ ചെയ്താൽ കുറച്ചുകൂടി വലുതാക്കുക. ഇത്രയുള്ളൂ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതെങ്ങനെയാ ഓർഡറാക്കുക? നിങ്ങൾ പറ മക്കളെ, ഞാൻ ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും 3 എന്ന് 4 എന്ന് വിളിച്ചാൽ നിങ്ങൾ എല്ലാവരും ലൈവ് ചാറ്റ് കറക്റ്റ് ഓർഡർ എന്താണ് ആലോചിച്ച് നോക്ക്. ഷീ റെഫ്യൂസ് ടു ഗിവ് അപ്പ് ദ സീറ്റ്. അത് ഫസ്റ്റ് ആവുമോ? അത് കഥയുടെ ഇടയിൽ വരുന്നല്ലേ, അതല്ല. റോസ ഓക്യുപ്പൈഡ് എ വീക്കൻഡ് സീറ്റ് ഓൺ ദ ബസ്, ചിലപ്പോൾ ആദ്യമാവും. ഡ്രൈവർ ഗോട്ട് ആംഗ്രി, അത് ആദ്യം സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഡ്രൈവറുടെ എന്തുകൊണ്ടായിരിക്കും ഡ്രൈവർ ആംഗ്രി ആയിട്ടുണ്ടാവുക. റോസ പാർക്സ് റീച്ച് ദ ബസ് സ്റ്റോപ്പ്. ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്കി, ഏതായിരിക്കും റോസ പാർക്സ് അവസാനം ബസ് സ്റ്റോപ്പിൽ എത്തിയെന്നായിരിക്കുമോ? അല്ല. അപ്പൊ ആദ്യം തന്നെ ബസ് സ്റ്റോപ്പിൽ 4 ആയിരിക്കും ആദ്യം. സാർ 4 ആയിരിക്കും. റോസ പാർക്ക് റീച്ച് ദ ബസ് സ്റ്റോപ്പ് എത്തി. ഇനി എന്തായിരിക്കും സംഭവിച്ചത്? അപ്പൊ അടുത്ത എങ്കിലും എല്ലാവരും കറക്റ്റ് ആക്കിയേ. കുറെ പേർക്ക് ഫസ്റ്റ് തെറ്റി. 4 കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ഷീ റെഫ്യൂസ് ടു ഗിവ് അപ്പ് ദ സീറ്റ് ആണ്. ആദ്യം കയറി ബസ്സിൽ ഇരിക്കണ്ടേ. റോസ ഓക്യുപ്പൈഡ് എ വേക്കന്റ് സീറ്റ് ഓൺ ദ ബസ്, അത് രണ്ടാമത്തെ ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ ആയിരിക്കും 2 ആയിരുന്നു. 2 തന്നെയാണ് 2. അപ്പൊ ഫസ്റ്റ് 4 പിന്നെ 2. റോസ ഓക്യുപ്പൈഡ് വേക്കൻസി ആണ്. അപ്പൊ എന്താണ്? അപ്പം എപ്പോഴാണ് ഡ്രൈവർ ഗോട്ട് ആഗ്രി? ഷീ റെഫ്യൂസ് ടു ഗിവ് അപ്പ് ദ സീറ്റ് ഫോർ വൈറ്റ് പാസഞ്ചർ. പോലീസ് അറസ്റ്റഡ് റോസ ഫോർ ബ്രേക്കിംഗ് ദ ലോ. അത് കഴിഞ്ഞിട്ടാണോ ഡ്രൈവർ ആംഗ്രി ആയി? അല്ല, ഡ്രൈവർ അതിന് മുമ്പ് ആംഗ്രി ആണ്. ഡ്രൈവർ ഗോട്ട് ആംഗ്രി. അതിനുശേഷം ഷീ റെഫ്യൂസ് ടു ഗിവ് അപ്പ്. ഇതാണ് കറക്റ്റ് സീക്വൻസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീക്വൻസിൽ നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ അതേപോലെ എഴുതി വെക്കല്ല, കുറച്ചും കൂടി നിങ്ങൾ എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, കുറച്ച് 2-3 സെന്റൻസ് ഒക്കെ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുക, പരിപാടി തീർക്കുക. ഓക്കെ, കുറേ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്, കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്താൽ. അപ്പോൾ ഇതിന്റെ ഒരു സാമ്പിൾ ക്വസ്റ്റൻ ഇനിയും കൊടുത്തിട്ടുണ്ട്. പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞാൽ ഒന്നുമില്ല, വീണ്ടും നിങ്ങളുടെ എന്ത് പാടില്ല, നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്നും വേണ്ട. ഒപ്പീനിയൻ വളരെ ലിമിറ്റഡ് മതി. മറ്റേ നമ്മുടെ നരേറ്റീവിൽ ഒരു ഒപ്പീനിയൻ വേണ്ട, ഇതിന് ഒപ്പീനിയൻ ലിമിറ്റഡ് ആക്കി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ, ദ സ്റ്റോറി ഓഫ് ദി നൈറ്റിംഗേൽ ആൻഡ് ദി റോസ് ടോക്സ് അബൌട്ട് ദി ബോണ്ടിങ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ഹൗ നേച്ചർ ഹെൽപ് ദ ബോയ് ടു ഫുൾഫിൽ ഹിസ് ട്രൂ ലവ്. എംപതി ഓഫ് നൈറ്റിംഗേൽ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കഥ എഴുതിയാൽ മതി. ഈ ബോയ്ക്ക് ഈ ട്രൂ ലവ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്ത നേച്ചർ എന്നുള്ള കാര്യം നിങ്ങൾ കഥ എഴുതി വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് അവസാനം വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഒരു കൺക്ലൂഷൻ കൊടുക്കാം. ഓക്കെ, അവസാനം കൺക്ലൂഷൻ കൊടുക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് ലിമിറ്റഡ് ഒപ്പീനിയൻ മതി. നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിരുന്ന കാര്യം വളരെ ലിമിറ്റഡ് മതി. നരേറ്റീവിൽ തീരെ പാടില്ല. കാരണം നരേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്യുവർ നരേഷൻ ആണ്, കഥയെ നിങ്ങൾ പറയുന്നുള്ളൂ. പാരഗ്രാഫിൽ നിങ്ങൾക്ക് അവസാനം മാത്രം ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളെ വായിച്ചു ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക.